സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം, മെയിൻ റോഡ്, ചേലക്കര. ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി, അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ഇനി മണ്ഡലത്തിലെ തുടങ്ങും. ആറങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ മണ്ഡലം ആരംഭിക്കുകയായി. ഇവിടെ നിന്നൊരു 20 മിനിറ്റ് കഷ്ടിയുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ മണ്ഡലം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പരപ്പനങ്ങാടി വരേക്ക് എത്തും. 1180 ബൂത്തുകളുണ്ട്. അതിൽ എല്ലാ പഞ്ചായത്തുകളിലും ഓൾമോസ്റ്റ് ടച്ച് ചെയ്യും. അങ്ങനെ 5 മണിയാകുമ്പോഴേക്ക് പരപ്പനങ്ങാടി എത്തിച്ചേരും. അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അവിടെ വലിയ പ്രതീക്ഷയുണ്ട്, ഇവിടെ അതിനേക്കാൾ പ്രതീക്ഷയുണ്ട്. രണ്ടും ഇടതു മുന്നണി ജയിക്കും. കേരളത്തിൽ ഒരു ഇടത് അനുകൂല തരംഗം ദൃശ്യമാണ്. കാരണം ബാബരി തകർച്ചയ്ക്ക് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയായിരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് 93 ഒറ്റപ്പാലം ബൈ ഇലക്ഷൻ ഉണ്ടായി. 93 KR നാരായണൻ മരിച്ചതിന് ശേഷം ഒഴിവ് വന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ ആ വിധിയായിരിക്കും ഇതിലും വരാനിരിക്കുന്നത്. ഇതുപോലെ ഒരു പ്രതിസന്ധി അന്നുണ്ടായിരുന്നു. അപ്പൊ ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്നിച്ച് LDFന്റെ ഭാഗം നിന്നൊരു സന്ദർഭമായിരുന്നു. ഇനി ആശ്രയം LDF എന്ന ചിന്താഗതി അവിടെ വന്നിട്ടുണ്ട്. അതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലും ദൃശ്യമാണ്. കാരക്കുട്ടി തന്നെ എല്ലാ ഭാഗത്തെയും ക്യൂ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്.